ഓടിക്കൊണ്ടിരുന്ന കാർ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി കാറിന്റെ ഗ്ലാസ് തകർത്ത് ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന 20 ലക്ഷം രൂപ കവർച്ച ചെയ്ത സംഭവത്തിൽ 6 പേരെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ജൂലൈ 16-ാം തീയതി കരിപ്പൂർ സ്റ്റേഷൻ പരിധിയിലെ നെടുംകളരി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. വളാഞ്ചേരി സ്വദേശിയായ മുസ്തഫയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിനെ മറ്റൊരു കാറിൽ പിന്തുടർന്ന് വന്ന നെടുംകളരിയിൽ വെച്ച് കാറിനെ വിലങ്ങിട്ട് നിർത്തിയായിരുന്നു കവർച്ച നടത്തിയത്. സംഭവശേഷം കടന്നുകളഞ്ഞ പ്രതികളെ കൊണ്ടോട്ടി കരിപ്പൂർ സ്റ്റേഷൻ പരിധികളിലെ 100-ലധികം സിസിടിവി ക്യാമറ ദൃശ്യങ്ങളും സംശയിക്കപ്പെട്ട 30ഓളം ആളുകളുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ എന്നിവയും പരിശോധിച്ചു. അന്വേഷണത്തിൽ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച നീല സ്വിഫ്റ്റ് കാറിന്റെ ആർസി ഓണറെ കണ്ടെത്തുകയും തുടർന്ന് ഈ കാർ വാടകയ്ക്കെടുത്തയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത്. കാർ വാടകയ്ക്കെടുത്ത് കൃത്യത്തിന് ഉപയോഗിക്കാൻ നൽകിയ കരിപ്പൂർ വീരാശ്ശേരി വീട്ടിൽ പി വി നിസാർ, പൂളയ്ക്കത്തൊടി വീട്ടിൽ മുഹമ്മദ് ഷെഫീഖ് കെ സി, നയാബസാർ ചീക്കുകണ്ടി വീട്ടിൽ അബ്ദുനാസർ, കുളത്തൂർ പൂളയ്ക്കത്തൊടി സൈനുൽ ആബിദ്, ഇരുമ്പിളിയം കുന്നത്തൊടി വീട്ടിൽ ഇർഷാദ്, പെരുവള്ളൂർ ചോലക്കൽ വീട്ടിൽ മുഹമ്മദ് മുസ്ഫർ എ പി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം അബ്ബാസ് അലിയുടെ നേതൃത്വത്തിൽ എഎസ്ഐ മുരളീധരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിനോജ്, ശ്രീകാന്ത്, പ്രശാന്ത്, കൊണ്ടോട്ടി സബ് ഡിവിഷൻ ആന്റി തെഫ്റ്റ് സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ്, ഋഷികേശ്, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ അനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസന്വേഷണം നടത്തിയത്. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.